എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇപ്പോൾ എറണാകുളത്താണുള്ളത്. ഞാനും എൻ്റെ അളിയനാണിത്, സജിതയുടെ ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി എറണാകുളത്ത് വീട്ടിൽ നിന്നും നേരെ പോയത് കല്ലൂർ പള്ളിയിലേക്കാണ്. അവിടുത്തെ ഫേമസ് ആയിട്ടൊരു പള്ളിയാണ്. അവിടെ കർത്താവിന് മെഴുകുതിരിയെല്ലാം കത്തിച്ചു. അതിനുശേഷം അവിടെ പോയി പ്രാർത്ഥിച്ചു. നല്ല തിരക്കുള്ള പള്ളിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ രാവിലെ ഒരു 7:30 കൂടിയാണ് അവിടെ എത്തിയത്. വലിയ തിരക്കൊന്നും അപ്പോഴില്ലായിരുന്നു. നല്ലപോലെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. തിരക്ക് നല്ല കുറവായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണെന്നാണ് അളിയനൊക്കെ പറഞ്ഞത്. അവരെല്ലാം എല്ലാ ദിവസവും രാവിലെ ഇവിടെ എത്തും. ഇവിടെ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ ഒരു മാലയുണ്ട്. നമുക്ക് ആ മാല ആ തിരുരൂപത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാവിലെ നല്ല അന്തരീക്ഷമൊക്കെ, മഴക്കോളുണ്ടായിരുന്നു, മഴ പെയ്തില്ല. അവിടുന്ന് പ്രാർത്ഥനയോടെ കഴിഞ്ഞ ശേഷം സെൻറ്റ് ആൻ്റണി ചർച്ചാണ് കല്ലൂർ. ഞങ്ങൾ നേരെ ഞാനും അളിയനും കൂടിയാണ്. ഇന്നിനി ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോഷൻ ഹാപ്പി കപ്പിൾസിൻ്റെ ഷൂട്ടൊക്കെയാണ്. നേരെ മെർമെയ്ഡ് ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മുടെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മേക്കപ്പെല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാനുള്ളത്. മെർമെയ്ഡ് ഹോട്ടലിൽ പോയി മേക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇന്നുണ്ട് കേട്ടോ, എല്ലാവരും ഇന്നുണ്ട്. പ്രശാന്ത്, പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ആൾക്കാരുണ്ട്. മേക്കപ്പ് വിനോദത്തിനും ടീമാണ് മേക്കപ്പൊക്കെ. ഇത് നമ്മളിവിടെ മേക്കപ്പ് മെർമെയ്ഡ് ഹോട്ടലിൽ വെച്ച് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ബസ്സുണ്ട്. അതായത് ഞങ്ങളുടെ കുടുംബത്തൊരു ബസ്സുണ്ട്. ഈ ബസ്സും ഈ സിറ്റ്കോമിലെ സീരിയലിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഈ ബസ്സിലാണ് ഞങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്നത്. ഈ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നും ഞങ്ങളുടെ ഷൂട്ടിങ്, ഞങ്ങളുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന ചോറ്റാനിക്കരയിലേക്ക്. ഈ യാത്രയിലുള്ള സംഭവങ്ങളാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ഓൺലൈൻ മീഡിയ ചാനലുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയരായ കപ്പിൾസ് ഒരു 4 ടീം അവരുമുണ്ട്. അപ്പം ആ ബസ്സിൽ ഞങ്ങളുടെ ഗെയിം ഷോയും അതുപോലെ തന്നെ അന്താക്ഷരിയും ഈ സീരിയലിനെ പറ്റിയുള്ള കഥകളും അതൊക്കെയാണ് ഞങ്ങളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. നല്ലൊരു ക്രൗഡ്, നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, റെഡിയായി. അളിയനങ്ങ് എറണാകുളത്ത് വീട്ടിലേക്ക് പോയി. ഞാൻ ഞങ്ങളുടെ ബസ്സിൽ കയറിയിട്ട് നേരെ ചോറ്റാനിക്കരയിലേക്കുള്ള യാത്രയാണ്. ഇപ്പം ബസ് ഞങ്ങൾ വിട്ടു. ഞങ്ങൾ അതിനകത്ത് യാത്രയിലാണ്. അതിനിടയിലൂടെ ഷൂട്ട് നടക്കുന്നുണ്ട്. പുറകിൽ നമ്മുടെ ഫോളോ ചെയ്ത് നമ്മുടെ വണ്ടികളൊക്കെ ബാക്കി എല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഈ ഒരു ഹാപ്പി കപ്പിൾസിൻ്റെ പ്രൊമോഷൻ ഷൂട്ട്. ഏഷ്യാനെറ്റിൻ്റെ ചന്ദ്രചേട്ടൻ ഉണ്ടായിരുന്നു, ഋജിച്ചേട്ടനുണ്ടായിരുന്നു, രേവതി, അതുപോലെ തന്നെ എല്ലാ ടീമുകളും ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം പകുതി വെച്ച് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഈ വണ്ടിയിലേക്ക് കയറ്റി. ഇവർ മല്ലു കപ്പിൾ എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധേയമായ ടീമുകളാണ്. ഒരു 3 ടീമുകൾ അവരുണ്ടായിരുന്നു. അവരും നമ്മളുമായിട്ടുള്ള ചർച്ചകളും നർമ്മ സംഭാഷണങ്ങളും ഗെയിമും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്. ഏകദേശം ഉച്ചയോടുകൂടി ഞങ്ങൾ ചോറ്റാനിക്കരയിലെത്തും. അങ്ങനെയാണ് പ്ലാൻ. അവിടെ ശേഷം ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഷൂട്ടുണ്ട്. അതും കഴിഞ്ഞൊരു 6 മണിയോടുകൂടി ഇത് പാക്കപ്പ് ആവാനാണ് സാധ്യത. പാക്കപ്പായി കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഹരി നമ്പൂതിരി. ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിലാണ് തിരിച്ച് ബുക്ക് ചെയ്തേക്കുന്നത്. രാത്രി 11:15 ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ. ഹരിച്ചേട്ടൻ ട്രിവാൻഡ്രത്ത് ഇറങ്ങും, ഞാൻ കൊല്ലത്തിറങ്ങും. ഞാൻ എൻ്റെ വണ്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇട്ടേക്കുന്നത്. അപ്പം വൈഫ്, മോനും അമ്മയും കൂടെ അളിയൻ്റെ വീട്ടിലുണ്ട്. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ ചോറ്റാനിക്കര വീട്ടിലെത്തി. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഓൺലൈൻ മീഡിയയുടെ ഷൂട്ടുകളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാനും ഹരിച്ചേട്ടനും കൂടി നേരെ ഹരിച്ചേട്ടൻ്റെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി. ഹരിച്ചേട്ടൻ ഇന്നലെ റൂം എടുത്തു. ഇത് അളിയൻ്റെ സുഹൃത്തുക്കളാണ്, എല്ലാവരും പോലീസ് ഉദ്യോഗസ്ഥരാണ് കേട്ടോ. ഒരു പലരവട്ടം അവിടെയും അതുപോലെ തന്നെ അല്ലാതെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് സുഹൃത്തുക്കൾ. ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി. ഇവരെല്ലാം നല്ല പാടും, ഹരിച്ചേട്ടൻ കവിത പാടും. അങ്ങനെ അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നല്ല രീതിയിൽ
പാട്ടൊക്കെ പാടി അവിടെ അടിപൊളിയായി വൈബായിരുന്നു കേട്ടോ. ഇവരെല്ലാം നല്ലപോലെ പാടും. ഇപ്പം തോനെ പാട്ടൊന്നുമില്ല, എല്ലാവരും പാടിയ പാട്ടിൻ്റെയൊക്കെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10-10:15 കൂടി അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ അവരുടെ പാട്ടിപ്പം കേൾപ്പിക്കാം ലൈവായിട്ട്. जब घुंघरुओं सी बजती है बूंदे हर माह हमारी पलके न बूंदे किसी के सपने മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതി സ്വരമിവയ്ക്കല്ലാതെ, താളം രാഗലയ ശ്രുതി സ്വരമിവയ്ക്കല്ലാതെ ഒന്നിനും ഇന്നോള കൂത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമ തീർത്ഥങ്ങളിൽ. വാളല്ലൻ സമരായു. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. പാട്ടൊക്കെ പാടി ഹരിച്ചേട്ടൻ്റെ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഹരിച്ചേട്ടാ, നമുക്ക് 11:15 ഞങ്ങൾക്ക് ട്രെയിൻ അല്ലേ? നല്ലൊരു സായാഹ്നം. ഓക്കെ, താങ്ക് യു സതീഷ് അളിയൻ സജു. ഓക്കെ, നിതിൻ ബ്രോയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. നിതിൻ ബ്രോ കോതമംഗലത്താണ് നിതിൻ ബ്രോയുടെ വീട്. ബ്രോ താമസിക്കുന്നത് എവിടെയാണ്? ഇവിടെ തേവരയിലാണ് നിതിൻ ബ്രോ വണ്ടി ഓടുന്നത്. നിതിൻ ബ്രോ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു നിതിൻ ബ്രോ. താങ്ക് യു. ഓക്കെ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 11:15 ഞങ്ങളുടെ ട്രെയിൻ. ഇന്ന് ഞങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ടെല്ലാം വളരെ മനോഹരമായി നടന്നു. 29-ാം തീയതി ടെലികാസ്റ്റിംഗ് ആണ്. ഒരുപാട് ഓൺലൈൻ മീഡിയയുടെയൊക്കെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു, ഇല്ല ചേട്ടാ? തീർച്ചയായിട്ടും വെറൈറ്റി മീഡിയ വന്നു, ന്യൂസ് ടുഡേ വന്നു, ജിഞ്ചർ മീഡിയ വന്നു, കൂടാതെ ജാങ്കോ സ്പേസ് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി 1-ാം തീയതി മുതലാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഓക്കെ, 11:15 ഞങ്ങളുടെ ട്രെയിൻ.